ഒരു ഡെക്കോർ ചെയ്തിരിക്കുന്നത് എല്ലാം കാറ്റുന്നുണ്ട്. ഹായ് ഹലോ എവ്രി വൺ. അപ്പോഴേ എന്നത്തെയും പോലെ തന്നെ ഇന്നും എനിക്കൊരു പ്രോഗ്രാം ഡേ തന്നെ കേട്ടോ. ഞാൻ അതാണ് ഇത്രയും മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഓൺ ദ വേ ആണ്, കാറിലാണ്. നല്ല റഷായിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇത്തിരി തിരക്ക് പിടിച്ച കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോ എടുക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ട് പ്രോഗ്രാമിന്റെ. പക്ഷെ എനിക്ക് വേറൊരു സ്ഥലത്ത് നിന്നിട്ടൊന്നും എനിക്കൊരു വെൽക്കം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കുണ്ട്. ഞാൻ ഓൺ ദ വേ ആണ്. സോ ഞാൻ കാറിലിരുന്നാണ് ഇപ്പൊ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരക്കുള്ളതുകൊണ്ട് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം സ്പോട്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ മേക്കപ്പ് ഇട്ടത് അതുകൊണ്ടാണ്. അടുത്ത് തന്നെയാണ് ആൽഫ ഹൊറൈസൺ ഹബ്ബാണ് നമ്മുടെ ലൊക്കേഷൻ. വന്നിട്ട് പുതുവൈപ്പാണ്. അവിടെയാണ് ഇന്ന് നമുക്ക് പ്രോഗ്രാം നടക്കുന്നത്. പിന്നെ എപ്പോഴത്തെയും പോലെയുള്ള ഒരു കോർപ്പറേറ്റീവ് ഇവന്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോയോ നമ്മുടെ അവാർഡ് നൈറ്റോ അങ്ങനത്തെ ഒരു പ്രോഗ്രാമും അല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടില് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വെഡിങ് എന്ന് പറയുന്നത്. വെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകള് പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് തലേ ദിവസത്തെ ഒരു ഫംഗ്ഷൻ, ഒരു കെട്ട്, റിസപ്ഷൻ, അതോടുകൂടി ബസ് കഥ തീർന്നു. പക്ഷെ ഇപ്പാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ഇപ്പോ വെഡിങ്ങുകൾ തന്നെ പലതരത്തിലാണ്. ഒരുപാട് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകളും കുറെ പാർട്ടികൾ. ഇപ്പോൾ മെഹന്തി നൈറ്റ്, ഹൽദി നൈറ്റ്, സംഗീത് നൈറ്റ്, വരമാല, കെട്ട്, റിസപ്ഷൻ, ആ പാർട്ടി ഈ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പാർട്ടികളും ഇതൊക്കെ ആയിട്ടാണ് നമ്മുടെ വെഡിങ്ങുകൾ നടക്കുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും പറയും, നിങ്ങൾ ഡാൻസേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് വെഡിങ് ഒക്കെ പോയി ചെയ്യുന്നതല്ലേ, അപ്പൊ ഞങ്ങൾക്ക് ഇത് കാണാനൊന്നും പറ്റുന്നൊന്നുമില്ല. എന്തെങ്കിലും ഒരു വീഡിയോസോ അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോ ഡെക്കോർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രോഗ്രാം വീഡിയോസുകളൊക്കെ എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും അറിയാൻ പറ്റും. അതിൽ ഞാൻ ചില വീഡിയോസുകൾ ഇടാറുണ്ട്. പക്ഷെ അവിടെയുള്ള ഈ ഡെക്കോറും കാര്യങ്ങളും ഇപ്പൊ ചില ഇവന്റിൻ്റെതായിട്ടുള്ള കുറെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവർക്ക് അങ്ങനെ കാണാനൊന്നും പറ്റാറൊന്നുമില്ല. കാരണം അവർ വന്നില്ലല്ലോ നമ്മുടെ കൂടെ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അതൊരു വ്ളോഗായിട്ട് ചെയ്യോ, ഒരു വീഡിയോ ആയിട്ട് ചെയ്യോ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റുന്ന ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഞാനത് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് ഒരു ഇവന്റും കൂടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് ഏതാണ് എന്നുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഒരു ഇവന്റ്. ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു ഇവന്റിൽ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് എന്താന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെഡിങ് ഇവന്റിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വെഡിങ്ങിൽ നമ്മൾ ഡാൻസേഴ്സിന് എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ, ഡാൻസ്, വെൽക്കമെന്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ഗായ്സ്, എന്റെ വീഡിയോ ഇപ്പൊ കാണുന്നവരും പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്ലേവേഴ്സ് ആൻഡ് ഫ്രെയിംസ് ബൈ തനു. യെസ് ഗൈസ്, അപ്പം ഞാൻ ഞങ്ങളുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ആൽഫ ഹൊറൈസൺ ഹബ്ബ് നമ്മുടെ വല്ലാർപാടം ബസിലിക്കയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വന്നിട്ട്. ഇവന്റ് നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. പിന്നെ ഞാൻ വണ്ടിയിലിരുന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, എൻ്റെ ഒരു ഫേവറായിട്ടുള്ള ഒരു വെഡ്ഡിങ് കമ്പനി. അപ്പോൾ ആ ഒരു ഇവന്റിനെ കുറിച്ച് ഇവന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ആ ഒരു വെഡ്ഡിങ് കമ്പനിയെ കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ മാരിറ്റസ് വെഡ്ഡിങ് പ്ലാനേഴ്സ്. മാരിറ്റസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്ക്ലൂസീവ് ആൻഡ് പ്രീമിയം വെഡ്ഡിങ് പ്ലാനർ ഇൻ കേരള. അതുപോലെ തന്നെ ഒരുപാട് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സുകളും പ്രീമിയം വെഡ്ഡിങ്ങുകളും പിന്നെ ഒരുപാട് സെലിബ്രിറ്റി വെഡ്ഡിങ്സുകളും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഇവന്റും കൂടെയാണ് നമ്മുടെ മാരിറ്റസ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് അവർ ഫേവറേറ്റ് ആകാൻ പല കാരണങ്ങളുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാൻസ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെഡ്ഡിങ് ഇവന്റ്സുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, അവരുടെ പ്രോഗ്രാംസുകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ചില ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ മേടിക്കാൻ നേരത്ത് നമ്മൾ പറയാറില്ലേ ലിമിറ്റഡ് എഡിഷൻ ആണ് അങ്ങനെയൊക്കെയാണെന്ന്. അതുപോലെ എന്തൊക്കെയോ ഇവർ ഓരോ ഇവന്റ് നടക്കാനായിട്ടും ഒരു
ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇവരുടെ തന്നെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു സംഭവം ഈ ഇവൻറ്റിൽ നമുക്ക് കാണാൻ പറ്റും. അത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ് എത്രമാത്രം അത് എനിക്ക് പറഞ്ഞത് അറിയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവരുടെ ഡെക്കോർ, ഇവരുടെ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡാൻസ് മാത്രമല്ല കേട്ടോ, അല്ലാതെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ്, ബാൻഡ്, സോങ്, പിന്നെ മറ്റേ MC ഗെയിംസുകൾ, അല്ലാത്ത കുറേ ആക്ടിവിറ്റീസ്, അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. ഡാൻസ് മാത്രമല്ല ഞാൻ പറയുന്നത്. പിന്നെ ഡെക്കോറ്, അവരുടെ ലൈറ്റ്, ഫുഡ്, അവരുടെ സർവീസുകൾ, സ്റ്റാഫിൻ്റെ കുറേ കാര്യങ്ങൾ, അങ്ങനെ എടുത്ത് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരെക്കുറിച്ച്. അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാനൊക്കെ നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഇവൻ്റ് ആയതുകൊണ്ടാണ് ആ കമ്പനിയെക്കുറിച്ച് ഞാൻ ഇത്ര ബിൽഡപ്പ് ചെയ്ത് പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇവരുടെ സൈറ്റിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോ മാരിറ്റേഴ്സ് വെഡിങ് പ്ലാനേഴ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അവർ ആ ഒരു പേജ് എടുത്ത് നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ പ്രൊഫൈൽ, ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, ഇവരുടെ വെഡിങ്ങുകൾ എത്രത്തോളം അതിനിവർ ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു തീമാറ്റിക് ആയിട്ടാണ് ഇവർ ആ വെഡ്ഡിങ് ക്രിയേറ്റീവ് ചെയ്യുന്നത്. അത് തന്നെ നമ്മൾ ആ ഒരു എല്ലാ വെഡ്ഡിങ്ങിനും സത്യത്തിൽ ഞാൻ ഭയങ്കര ഒരു സർപ്രൈസ് പ്രതീക്ഷ എപ്പോഴും പോകാറുള്ളത്. ഡോറ് തുറക്കുമ്പോൾ തന്നെ ഓ മൈ ഗോഡ് വാവ്, അങ്ങനെ ഒരു ഫാക്ടർ എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഞാനതങ്ങനെ ആരെ കാണിക്കാറൊന്നുമില്ല, എപ്പോഴത് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഇത്തവണ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും എനിക്കത് ഷെയർ ചെയ്ത് ഇവിടുത്തെ അത് കാണിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ അവിടെ സെറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഡെക്കോറിൻ്റെ വർക്ക്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി എടുക്കേണ്ടത്. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാനത് കാണിച്ചു തരാം, വീഡിയോയിൽ ഞാനത് കംപ്ലീറ്റ് എടുത്ത് കാണിച്ചു തരാം. പിന്നെ ഇന്നും ഒരു തീമാറ്റിക് ആയിട്ടുള്ള ഒരു മുസ്ലിം വെഡ്ഡിങ് തന്നെയാണ്, ഒരു പ്രത്യേകതരം കളർ കോഡും അതൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ നമുക്ക് വെഡ്ഡിങ് തുടങ്ങി കഴിയുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെഡിങ്ങിന്റെ തീം ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആണ്. കണ്ടില്ലേ ഞങ്ങളുടെ കോസ്റ്റ്യൂംസും ഫ്രണ്ട് എൻട്രൻസിന്റെ ഇത്തിരി ഡെക്കോർ ചെയ്തിരിക്കുന്നത് എല്ലാം ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. സാധാരണ വെഡിങ്ങിനൊന്നും നമ്മൾ ബ്ലാക്ക് കളറൊന്നും അങ്ങനെ കാണാറില്ല, ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ പക്ഷെ നമ്മുടെ മാരിറ്റസ് അതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു കാര്യം കൊണ്ടുവന്ന് നല്ലൊരു കളർ തീമോട് കൂടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ വെഡിങ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു മുസ്ലിം വെഡിങ്ങും കൂടിയാണ് കേട്ടോ. നമ്മളൊരു അറബിക് ടീം, അറബിക് അറ്റയറിലൊക്കെയാണ് നമുക്കൊരു വെൽക്കം എൻട്രി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് ഞങ്ങൾ നിൽക്കുവാണ്. ഗായ്സ് സെറ്റ് അല്ലേ? Let me begin by welcoming the groom's parents, Mr. Siem Habib and Mrs. Shamu Habib.
हर शहर हो रोशनी का त्योहार, संग साथ दिवाली में हर दिल हो खुशहाल। ഞങ്ങളുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മോട്ടോ പ്രോഗ്രാം? അടിപൊളിയായിരുന്നു. എന്താണ് തല്ലിപ്പൊളി ആയിരുന്നു നല്ല ഉദ്ദേശം. നല്ല ഇവന്റ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുസ്ലിം വെഡിങ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയായിരുന്നു. പിന്നെ ഇത് വന്ന് ഫുഡിന്റെ സെക്ഷനാണ്. ഫുഡൊക്കെ നല്ല ഫുഡാണ്. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പ്ലീസ് ടു വാച്ച് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. അപ്പൊ സോ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ ആണ് ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.